ഇതെന്തിനാ ഈ സാധനം എടുത്ത് മുറിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നു? ഇങ്ങനെ തന്നെ വെച്ചാ പോരെ? ബാ ഓടി വാ, പോയമ്പാടാ. അയ്യോ, ഇന്നലെ നമുക്ക് വഴിയോരത്തുനിന്നൊരു കുപ്പി ഇട്ടിട്ടുണ്ട്. എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ നോക്കുന്ന ഇതാ പ്രൊഡക്റ്റീവായിട്ട് കഴുകുന്നുണ്ട്. സൗരവേ കാണിച്ചാ? ആ യെസ്. ഇന്ന് നമ്മൾ അത് വെച്ചിട്ട് ഒരു മഴമാവിനി ആക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ മഴമാവിനി ആക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇതിന്റെ ടോപ്പ് നമുക്ക് കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്കിത് തിരിച്ചിടാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ആക്കുന്നതാണ് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്യട്ടെ? കട്ട് ചെയ്തോ. കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുന്നു. നമ്മൾ 2 ഭാഗമാക്കിയിട്ടുണ്ട്. നമ്മൾ വെക്കുമ്പോൾ ഇതേപോലെ വെച്ചിട്ട് വേണം വെള്ളം ശേഖരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ അളവുകൾ ഇതിനകത്ത് ഒട്ടിച്ചേർക്കണം. ഓക്കെ, സ്കെയിലിന് പകരം നമ്മൾ കടലാസിൽ എന്ത് ചെയ്യുന്നു? അളവെടുക്കുന്നു. 15 സെന്റിമീറ്റർ. നമുക്ക് ഏത് കുപ്പീനെ കൊണ്ട് വേണമെങ്കിലും മഴമാവിനെ ആക്കാം. ഒറ്റ കാര്യം ശ്രദ്ധിക്കണ്ടു, മേൽഭാഗം മുതൽ അടിഭാഗം വരെ ഒരേ ലെവലായിരിക്കണം. അതാണ്, ഒരേ കറക്റ്റ് ലെവലായിരിക്കണം. നമ്മളെ ബേസ് ഭയങ്കര ലെവലായിരിക്കണം. ഇത് നോക്കി, ഇത് അത്ര ലെവലല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അത്ര വരെ വെള്ളം നിറച്ച് അതിന്റെ മേലേക്ക് വെള്ളം അളക്കാന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട്. അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വൈറ്റ് സിമെന്റ് നിറയ്ക്കോ അല്ലെങ്കിൽ മെഴുകുതിരി ഊറ്റിച്ചാക്കോ ചെയ്യാം. നോർമലി എങ്ങനെയാ ചെയ്യല്? 0 മുതൽ 15 വരാം. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 15ന്റെ സ്കെയിലിനെ നമ്മള് അവിടെ ഒട്ടിച്ച് വെക്കും. പോയിന്റിന് മുകളിലേക്ക് ഈ രീതിയിൽ വെക്കാം. എന്നിട്ട് നമുക്ക് അതിന് സെല്ലോ ടൈപ്പ് കൊണ്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ മണ നനഞ്ഞു പോകും. ഓക്കെ, ഇനി നമുക്ക് ധൈര്യത്തിൽ കൊണ്ടുപോയിട്ട് ഏത് മഴയത്തും വെക്കാം. അവര് എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്നറിയോ, ഈ മഴമാവിനി ഇങ്ങനെ നമ്മൾ മുറിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ പോരെ, ഇതെന്തിനാ ഈ സാധനം എടുത്ത് ഇതിന്റെ മേലെ കൊണ്ടുപോയി ഇടുന്നു എന്നുള്ളൊരു ഡൗട്ടാണ്. അതായത് ഇപ്പൊ മഴയാണെങ്കിൽ കൂടിയോ അഥവാ വെയിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ബാഷ്പീകരിച്ച് മേലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് തടയും, അതൊക്കെ കുറെയൊക്കെ തടയും. ഇത്രയേ വട്ടം വരുന്നുള്ളൂ. പിന്നെ മഴക്കാലാണ്, കാറ്റടിക്കും, ചപ്പുള്ളൂ, അതും ഇതും, അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധനത്തിനാണ് ഇത്. എല്ലാണ്ട് ഭംഗിക്ക് വെച്ചതല്ല, എല്ലാത്തിനും പെർഫെക്ഷൻ ഉണ്ട്. ആയി, നമ്മളെ മഴമാവിനി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നിറയ്ക്കുക. നമുക്ക് മഴയുള്ള സ്ഥലത്ത്, ഇതിപ്പം നല്ല മഴയാ, മഴയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക അല്ലേ. ഈ അളവില് ഒഴിക്കണം. ഇത് ഇത്ര ഒഴി മതി. ശരിക്കും ഈ വെള്ളം ഒഴിച്ചുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട്, വെയിറ്റ് കൂടി കിട്ടി. ഈ സാധനം ഇളകി പോവില്ല. അപ്പൊ ഈ ധൈര്യത്തിൽ നമുക്ക് കൊണ്ടുപോയി വെക്കാം. അല്ല, ഇവിടെ അധികം കാറ്റൊന്നും വീശാത്തതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മളിത് സ്ഥാപിക്കാൻ പോകുന്നതാണ്. ഇത്ര വരെ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ആ വെയിറ്റും കൂടിയുള്ളതുകൊണ്ട് ഇത് അനങ്ങൂല. വീട്ടിന്റെ പുറത്ത് നമുക്ക് വെക്കാം. 2 മണിക്കൂർ നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് എത്ര ക്വാണ്ടിറ്റി വെള്ളം നിറഞ്ഞു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആടെയാന്ന് വെക്കും. എന്താ ആടാ? സേഫ്. 2 മണിക്കൂർ നമ്മൾ എടുക്കാൻ പോന്ന അത് എടുക്കാൻ പോന്ന നമുക്ക് നോക്കാലോ. അയ്യോ, കൂടിയിട്ടില്ലേ? കൂടീന്. നമ്മൾ 4 മണിക്കൂറാണ് വെച്ചത്. 2 മണിക്കൂർ വെക്കാന്ന് വെച്ചത്. 4 മണിക്കൂറാണ് വെച്ചത്. 2.5 സെന്റിമീറ്റർ 4 മണിക്കൂറിൽ 2.5 സെന്റിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. നല്ല മഴയായിരുന്നു. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. കുട്ടികൾ വീട്ടിൽ നിന്ന് ആർക്കും ചെയ്യാം. നമുക്ക് എത്ര സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒക്കെ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, തുറസായിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക. ചപ്പൊന്നും വീഴാത്ത ആ രീതിയിലുള്ള തുറസായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വെക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും ഇനിയും വരും. സബ്സ്ക്രൈബ് ചെയ്യുക.